ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അവരുടെ ഡിസിഷൻ എന്താണ്, ഈ ഒരു ബന്ധത്തിലുള്ള അവരെടുക്കുന്ന ഡിസിഷൻ എന്താണ്, അല്ലെങ്കിൽ അവർ എടുത്തിട്ടുള്ള ഡിസിഷൻ എന്താണെന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർക്കാണ് ഇത് മെയിനായിട്ടും ഈ ഒരു റീഡിങ് ചെയ്യുന്നത്. ഒരു 10% ആൾക്കാർക്കെങ്കിലും അവരുടെ ഡിസിഷൻ എന്ന് പറയുന്നത് ഇത് നിർത്താം, ഇത് സ്റ്റോപ്പ് ചെയ്യാം, ഇനി ഇത് മുന്നോട്ട് പോകില്ല. മുന്നോട്ട് പോകുന്നതിൽ ചിലപ്പോൾ അർത്ഥമുണ്ടായിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളിൽ പലരുമായിരിക്കാം ഇത് വേണ്ടാന്ന് വെച്ചിട്ട് മാനസികമായിട്ട് നിൽക്കുന്നത്, എങ്കിൽ പോലും നിങ്ങൾക്കത് വേണമെന്ന് ഉണ്ട് താനും. 10% ആൾക്കാർക്കെങ്കിലും ആ ഒരു പേഴ്സൺ ഇപ്പോൾ വേണ്ട എന്നുള്ളൊരു ചിന്തയിലാണ് ഡിസിഷൻ എടുത്തിട്ടുള്ളതെന്നാണ് കാണുന്നത്. മേ ബി ഇതിൽ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് പേർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എങ്ങനെയൊക്കെ നിങ്ങൾ കൂടി ചേർന്നാലും അവിടെ എഗെയിൻ ഒരു ട്രസ്റ്റ് ഇഷ്യൂ, തേർഡ് പാർട്ടി എനർജി ഉണ്ടോ, അതുപോലുള്ള ഒരു കാര്യങ്ങൾ, അങ്ങനത്തെ ഉള്ളൊരു കാര്യങ്ങൾ മെയിനായിട്ട് ഇതിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ മൂലമാണ് നിങ്ങളുടെ 10% ആൾക്കാർക്ക് ഈ ഒരു റിലേഷൻ വേണ്ട എന്ന് വെച്ചിട്ടുള്ളത്. എത്രയൊക്കെ നിങ്ങൾ ചിലപ്പോൾ എത്രയൊക്കെ ജെനുവിനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നാലും ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓൾറെഡി എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂ വരുന്ന രീതിയിലുള്ളൊരു ഇൻസിഡൻസ് ഒക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂ അഗൈൻ ആൻഡ് അഗൈൻ വന്നിട്ടുള്ളതായിട്ട് കാണുന്നത്. അപ്പോൾ അവരൊക്കെ എത്രയൊക്കെ അവർ ചില നുണകളൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ നിങ്ങൾ മേ ബി കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കാം. പല കാര്യങ്ങളും എന്തെങ്കിലും മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ പല രീതിയിലൊക്കെ കൂടെ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ള 10%കാർക്കാണ് ഇവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ വന്നിട്ടുള്ളതായിട്ടുള്ള കുറച്ച് പേർക്കെങ്കിലും അവരിത് വേണ്ടാന്ന് വെച്ചിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ബാക്കി 90% ഓഫ് ആൾക്കാർക്കും ഇതിൽ ആ ഒരു പേഴ്സൺ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ആ ഒരു പേഴ്സൺ തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജിലാണ് അവർ നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് തിരിച്ചു വന്ന് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് ആയിട്ടാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത്. അവരിപ്പോൾ എവിടെ പുറത്തേക്ക് ഇറങ്ങിയാലും അവർ ഏത് സിറ്റുവേഷനിലാണെങ്കിലും അവർ ആരെയൊക്കെ കാണുമ്പോഴും അവർ ഫസ്റ്റ് നിങ്ങളെയാണ് ഇപ്പോൾ തിങ്ക് ചെയ്യുന്നത്. കാരണം അവർ എന്താ പറയുക, നിങ്ങളെപ്പോലെയൊക്കെ തോന്നുക, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാര രീതി ഉള്ള പോലെയൊക്കെ തോന്നുക. മേ ബി നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുപയോഗിക്കുന്ന എന്തെങ്കിലും യൂസ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ കാണുന്നുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു എന്താ പറയുക, അവരുടെ ഓർമ്മകളൊക്കെ വരുന്നുണ്ടായിരിക്കാം. അത് മെയിനായിട്ട് അവർ നിങ്ങൾ ഒരുപാട് തിങ്ക് ചെയ്യുന്നു, മിസ് ചെയ്യുന്നു. അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ അവരിൽ വരുമ്പോഴാണ് നിങ്ങൾക്കും ഇതേപോലുള്ള റിഫ്ലക്ഷൻ ഇവിടെ വരുന്നത്. നിങ്ങൾക്കും മേ ബി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അല്ലെങ്കിൽ അവരുടെ പേരുകളൊക്കെ മേ ബി നിങ്ങൾ പലയിടത്തും കാണുന്നുണ്ടായിരിക്കും. അവരുടെ പേരല്ലെങ്കിൽ പോലും അവരുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവരെന്തായാലും തിങ്ക് ചെയ്യുന്നത് ഈ ഒരു 90% ആൾക്കാർക്കും ഇവിടെ കമ്മിറ്റ്മെൻറ്റോട് കൂടി അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് അവർ വിചാരിക്കുന്നുണ്ടായിരിക്കാം. ഇതിൽ ഒരുപാട് പേര് ഒരു എന്താ പറയുക, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പായിട്ട് നിൽക്കുന്നവരുണ്ട്. അവർക്ക് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു മാരേജ് പ്രപ്പോസൽ അല്ലെങ്കിൽ മാരേജ് ആയിട്ട് മുന്നോട്ട് പോകാമെന്നല്ല. നിങ്ങൾ രണ്ടുപേരും അതർ മാരേജ് ലൈഫിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളവരായിരിക്കാം. പക്ഷേ ഇതിൽ ഞാൻ പറയുന്നത് അവർ നല്ലൊരു ലൈഫ് ലോങ് നിങ്ങളെ കൂടെ തന്നെ ഒരു ഫ്രണ്ടായിട്ട് തന്നെ ഉണ്ടായിരിക്കാം. കാരണം അവരുടെ ഒരു മാരേജ് പാർട്ട്ണറിൽ നിന്ന് നിങ്ങളായിരിക്കാം ചിലപ്പോൾ എല്ലാ രീതിയിലും അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും എല്ലാ രീതിയിലും നിങ്ങൾ സപ്പോർട്ട് ഒരുപാട് കൊടുത്തിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ. അവർക്ക് അങ്ങനെയാണ് ആ ഒരു ഫീലിങ്സ് വരുന്നത്. അപ്പോൾ ലൈഫ് ലോങ് അറ്റ് ദ എൻഡ് വരേക്കും നിങ്ങൾ അവിടെ ഒരു സപ്പോർട്ടറായിട്ടും എല്ലാം കൊണ്ടും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. കാരണം അവർക്കിപ്പോൾ എന്തായിരുന്ന സിറ്റുവേഷനാണെങ്കിലും സെപ്പറേഷൻ സ്റ്റേജിലാണ് കുറേയും കൂടിയൊക്കെ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു സെപ്പറേഷൻ വേണ്ടിയിരുന്നില്ല എന്ന് പോലും തിങ്ക് ചെയ്യുന്നവരായിട്ടുണ്ട്. അവർക്ക് എന്തായാലും നിങ്ങളെ വേണം, ലൈഫ് ലോങ് വേണം. ആ ഒരു സ്റ്റേജ് പലർക്കും വരുന്നതായിട്ട് കാണുന്നുണ്ട്. കമ്മിറ്റ്മെൻറ്റോട് കൂടി തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വരുന്നതും പലർക്കും ഒരു ഫിനാൻഷ്യൽ എന്താ പറയുക മാറ്റേഴ്സ് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി മേ ബി ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വരാവുന്ന ഒരു കാര്യമാണ്.
ഈ ഒരു 90% ആൾക്കാർക്കും. പിന്നെ ഞാൻ പറഞ്ഞു 10% ആൾക്കാർക്ക് ഇവിടെ എന്താ പറയുക, ഒരു അവസാനിക്കുന്ന ഒരു വേണ്ട എന്നുള്ള ഡിസിഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ അത് നമ്മളൊരു കറണ്ട് എനർജി പ്രകാരമാണ് നമ്മൾക്കിവിടെ കാണുന്നത്. ആ ഒരു എനർജി നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ മാനിഫെസ്റ്റേഷൻ പവർ കൊണ്ടും നമ്മളുടെ എനർജി പവർ കൊണ്ടൊക്കെ നമുക്കത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു 10% പറഞ്ഞ ആൾക്കാർ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല. നമ്മളെ കൊണ്ട് മാറ്റാൻ കഴിയാത്ത ആയിട്ടൊന്നുമില്ല. നമ്മൾ മനുഷ്യന്മാർക്ക് തന്നെ ഉള്ളിലാണ് നമ്മളുടെ ദൈവം നമ്മളുടെ ഉള്ളിൽ എന്നൊക്കെ പറയില്ലേ, അതുപോലൊക്കെ തന്നെ നിങ്ങളുടെ പവർ, നിങ്ങളുടെ ആ ഒരു ഓറ പവർ എനർജി ഇവിടെ ലോ ആയിട്ടിരിക്കുന്നത് കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ചിന്തകളും കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിച്ചു പോകണ്ട. നിങ്ങൾക്കത് മാറ്റാനുള്ള കഴിവുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്തായാലും ഒരു ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. ബിഗിനിങ് കാർഡാണ് വന്നിട്ടുള്ളത്. പലരും തിരിച്ചു പോകുന്നുണ്ടെങ്കിലും അവർക്ക് വരാനുള്ളൊരു ചാൻസും, ഇവിടെ തിരിച്ചു വരാനുള്ളൊരു എനർജി മാറ്റത്തിൽ വരാനുള്ളൊരു ചാൻസും ഇവിടെ കെടുക്കുന്നുണ്ട്. ഇവിടെ 2 10 ഓഫ് സോർട്സും 9 ഓഫ് സോർട്സും കിട്ടിയതുകൊണ്ട് ഞാൻ പറയാം, ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്നവരാണ് ഇപ്പോൾ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്കിവിടെ വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം അവർക്കിപ്പോൾ നിങ്ങളുടെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ ഫുള്ളി ഫോക്കസ്ഡ് അവർ മാത്രമാണ്. അവരെ കുറിച്ചുള്ള ചിന്തകൾ അവരെന്തെടുക്കായിരിക്കും, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലും ആരെങ്കിലുമൊക്കെ ആയിട്ട് കമ്മിറ്റഡ് ആയി കാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇരിക്കുന്നവരാണ്. എന്താ പറയുക, ഒട്ടും ഫുഡ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ ഒരുപാട് ഡിപ്രഷനിൽ പോകുന്നവരായിട്ട് എല്ലാവരും ഇവിടെ കാണുന്നുണ്ട്. ഇതാണ് മെയിനായിട്ട് ഇവിടെ കാണുന്നത്. എന്തായാലും 90% ഓഫ് ആൾക്കാർക്കും ഇതൊരു കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് തിരിച്ചു വരുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. വേറെ ഒരു എന്താ പറയുക, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുക. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇൻ കേസ് ഒരു കരിയർ ഇഷ്യൂസ് ആയിട്ടോ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ ആയിട്ടോ നിൽക്കുന്നവരാണെങ്കിലും സ്റ്റിൽ ദേ ആർ ഹോൾഡിങ് ദെയർ ഇമോഷൻസ് ആൻഡ് ദെയർ ഫീലിങ്സ് ടുവേർഡ്സ് യു. അതായത് അവർക്ക് നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് ഇപ്പോഴും അവർ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്, പിടിച്ചു വെക്കുന്നുണ്ട്. എങ്ങോട്ടും പോകാത്ത വിധത്തിൽ അവർക്ക് നിങ്ങളോട് ഒരു തരത്തിൽ പറഞ്ഞ കുറച്ചൊക്കെ ഒരു പൊസസീവ്നെസ് നിങ്ങൾ പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും ഉള്ളിൽ അവർ പൊസസീവ്നെസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ആളെ ഞാൻ ഒരിക്കലും വിട്ട് കളയില്ല, എത്രയൊക്കെ വന്നാലും അതിനൊരു സാഹചര്യം, ഒരു റിട്ടേൺ സാഹചര്യം അവർക്ക് എന്തായാലും വന്ന് കിട്ടുന്നതായിരിക്കും അവർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോഴും അവർ വിട്ട് കളഞ്ഞിട്ടില്ല നിങ്ങളെ മനസ്സിൽ നിന്ന്, ഇപ്പോഴും ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അവർ എങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും വിട്ട് കളയാതെ പിടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അവർക്കിപ്പോൾ കാണുന്നത്. ഓക്കെ.